തോരാത്ത മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത തടസ്സവും അനുഭവപ്പെടുന്നുണ്ട്. മഴക്കാല മുന്നൊരുക്കങ്ങൾ പരാജയപ്പെട്ടതോടെ കൊച്ചി, തൃശൂർ, കോഴിക്കോട് നഗരങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം അതിരൂക്ഷമാണ്. തൃശൂരിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കാക്കനാട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായുണ്ട്. കുട്ടനാട്ടിൽ നിന്ന് ചേരുന്നത് മനീഷ് മഹിപാലാണ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ഉണ്ടാകും. അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും വിവരങ്ങൾ നൽകും. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, ഈ കുട്ടനാടിന്റെ ഒരു പ്രാദേശികമായ പ്രശ്നമാണല്ലോ മടവീഴ്ചയും മഴക്കാല കെടുതികളുമൊക്കെ. ഇത്തവണത്തെ ഈ മഴക്കാലം എത്രത്തോളം ദുരിതമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ക്രിസ്റ്റീന, മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വേനൽ മഴ വലിയ ദുരിതമുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിലൊക്കെ തന്നെ വേനൽ മഴ വരുന്ന സമയത്ത് ചൂടിന് വലിയ ശമനമാകും, വലിയ ആശ്വാസമാകും എന്ന് വിചാരിച്ചിരുന്ന കുട്ടനാട്ടുകാർക്കാണ് നിലവിൽ ഇപ്പോൾ പെയ്തിരിക്കുന്ന ഈ വേനൽ മഴ വലിയ ദുരിതമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാനും മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ റോഡുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും മങ്കൊമ്പിൽ നിന്നും നെടുമുടിയിലേക്കുള്ള റോഡ്, നെടുമുടിയിൽ നിന്നും ചമ്പക്കുളത്തേക്കുള്ള റോഡ്, ചമ്പക്കുളത്ത് നിന്നും എടത്തുവിലേക്കുള്ള റോഡ്, ഒപ്പം തന്നെ മങ്കൊമ്പിൽ നിന്ന് പുളിങ്കുന്നിലേക്കുള്ള റോഡ്, അങ്ങനെ പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് തന്നെ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായി. ഒപ്പം തന്നെ ആയിരക്കണക്കിന് വീടുകളിലേക്കും വെള്ളം കയറി. മങ്കൊമ്പ് ക്ഷേത്രത്തിന് പിന്നിലായി 250-ലധികം വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനു മുമ്പൊക്കെ തന്നെ കാലവർഷം വരുന്ന സമയത്ത് കുട്ടനാട്ടിൽ സർവ്വസാധാരണമാണ് വെള്ളം വരുന്ന രീതി. പക്ഷേ ഇത് വേനൽ മഴ വരുന്ന സമയത്ത് മണിക്കൂറുകൾ കൊണ്ട് മാത്രം ഇത്രത്തോളം വെള്ളം വന്ന് നിറഞ്ഞ് റോഡുകളിലേക്കും വീടുകളിലേക്കും തന്നെ വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടായത് ഈ പ്രാവശ്യം മാത്രമാണ്. അത് പാടശേഖര സമിതികളിലൊക്കെ തന്നെ ഈ രീതിയിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നു. പാടങ്ങളിലൊക്കെ തന്നെ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു. അത് കൃഷിക്ക് ശേഷം ഈ കള നശിപ്പിക്കുന്നതിന് വേണ്ടി നിറച്ചു വെച്ച വെള്ളമാണ്. മോട്ടോർ ഉപയോഗിച്ച് കളയാത്തത് മൂലം അത് സമീപത്തെ റോഡുകളിലേക്കും തന്നെ വീടുകളിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇന്നലെ രാത്രിയിലാണ് നല്ല രീതിയിൽ മഴ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ പെയ്തിട്ടുള്ളത്. ഇന്ന് പകലടക്കം വലിയ രീതിയിൽ മഴ ഉണ്ടായിട്ടില്ല. നിലവിൽ നേരിയ തോതിൽ ചാറ്റൽ മഴ കുട്ടനാട് പ്രദേശങ്ങളിലുണ്ട്. രാത്രിയിലും മഴ ശക്തമായാൽ ഇത്തരത്തിലുള്ള പാടശേഖരങ്ങളിൽ വെള്ളം വന്ന് നിറഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മഴവെള്ളം എത്തും. അത് ജനജീവിതം ദുസ്സഹമാകും, യാത്രാ ദുരിതമുണ്ടാകും, അങ്ങനെ വലിയ രീതിയിലുള്ള ജലജന്യ രോഗങ്ങളുണ്ടാകും. അങ്ങനെ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ കുട്ടനാട്ടിലെ ആളുകൾക്ക് തന്നെ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തും. ഇതിലൂടെ ഞാൻ ചെന്ന മങ്കൊമ്പിൽ അടക്കമുള്ള സ്ഥലത്തെ വിഷയം, അവിടെ ഒരുപാട് ആളുകൾക്ക് ഈ രീതിയിലുള്ള പനിയുണ്ട്, എലിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ട്. ഈ വെള്ളം വന്ന് കെട്ടിക്കിടന്നാൽ അത് ദിവസങ്ങളോളം അവിടെ കിടന്നത് അത് വെയിൽ മാറാതെ വെള്ളം ഒഴുകി പോകാത്ത സ്ഥിതി എത്തും. അങ്ങനെ എത്തിയാൽ ഒരുപാട് പേർക്ക് രോഗമടക്കം വരുന്ന സ്ഥിതി ഉണ്ടാകും. എന്നാൽ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ ആശ്വാസമാകുമെന്ന് കരുതിയ വേനൽ മഴയാണ് കുട്ടനാട്ടുകാർക്ക് ദുരിതമായിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, കുട്ടനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ്. ഇനി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട്. സൂരജ്, കുട്ടനാട്ടുകാരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗവും അവരുടെ ശീലവും ഒക്കെ മാറിയിരിക്കുകയാണ് ഈ മഴക്കാല ദുരിതങ്ങളൊക്കെ. അപ്പോൾ ഈ വേനൽ മഴ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തൃശ്ശൂരിലേത് മറ്റൊരു കാര്യമാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടപ്പാക്കണമെന്ന കത്ത് ഫെബ്രുവരിയിൽ പ്രതിപക്ഷം നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ആസൂത്രണമോ അല്ലെങ്കിൽ ഒരു പ്ലാൻ എയോ പ്ലാൻ ബിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയധികം വെള്ളക്കെട്ട് നഗരത്തിൽ രൂപപ്പെടുന്നു. അതേപോലെ തന്നെ അത് അസുഖങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വേറിട്ട പ്രതിഷേധവും ഇന്ന് തൃശ്ശൂർ കണ്ടല്ലോ. നഗരത്തിനൊട്ടും ശീലമില്ലാത്ത ദുരിതം തന്നെയാണ് തൃശ്ശൂർ ഇന്നലെ അഭിമുഖീകരിച്ചത്. അതിൽ തന്നെയാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 7 മണിയോടുകൂടിയായിരുന്നു തൃശ്ശൂരിൽ മഴ പെയ്തത്. പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളിലുണ്ടായ വീഴ്ച അത് തൃശ്ശൂരിനെ വെള്ളക്കെട്ടിലാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. തൃശ്ശൂർ അശ്വിനി ആശുപത്രി, അതോടൊപ്പം തന്നെ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, നിരവധി വീടുകൾ എന്നിവയെല്ലാം ഇന്നലെ പെയ്ത മഴയിൽ വെള്ളത്തിലായി. ഇതോടുകൂടിയാണ് വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൗൺസിലർമാരടക്കം രംഗത്തെത്തിയത്. ഈ അശ്വിനി ആശുപത്രിക്ക് മുന്നിലെ എല്ലാ ഓടകൾ
ഇന്നലെ നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. അത് കൃത്യമായി വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് ഒരു പ്രതിസന്ധി രൂപപ്പെട്ടതെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ കൈത്തോടുകളിൽ പോലും പോള നിറഞ്ഞ സാഹചര്യമായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പോളപ്പായൽ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോലും ഈ പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ട് വന്നത്. എന്തായാലും ഈ സമരത്തിന്റെ ഭാഗമായ പ്രതിപക്ഷ കൗൺസിലർമാരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ BJP കൗൺസിലർമാരും ഈ കോർപ്പറേഷന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ട ടെൻഡർ നടപടികൾ തൃശൂർ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കാതെ പോയതാണ് ഇന്നലെ ഈ ടൗൺ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകാൻ ഇടയാക്കിയതെന്നുള്ളതാണ് ഉയരുന്ന പ്രധാന വിമർശനം. ഇനിയും ഗ്രാമീണ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിന്റെ ഗ്രാമീണ മേഖലയിലാണ്. അവിടെയെല്ലാം തന്നെ ശക്തമായ മഴയാണ് തുടരുന്നത്. പ്രത്യേകിച്ച് ചേലക്കരയിലും വടക്കാഞ്ചേരിയിലും അടക്കം വലിയ രീതിയിൽ മഴ തുടരുന്നുണ്ട്. ചേലക്കരയിൽ ദേശമംഗലത്ത് ഒരു റോഡ് തകർന്നിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ ഒരു വീടിന് മുകളിലേക്ക് പഴയ കാലപ്പഴക്കം ചെന്ന വീട് മറിഞ്ഞു വീഴുകയും ആ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഗ്രാമീണ മേഖലകളിലും പ്രതിസന്ധി രൂക്ഷമാണ്. മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള മലയോര മേഖലകളെല്ലാം തന്നെ വലിയ തരത്തിൽ അവിടെയും കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ജില്ലാ ഭരണകൂടം ഇന്നലെ ഉണ്ടായ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്നിരുന്നു. എവിടെയൊക്കെയാണ് പ്രതിസന്ധി, ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്കടക്കം കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടികളുമായി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് ക്രിസ്റ്റീന. ശരി, എന്തായാലും ആ നീക്കം എത്രയും വേഗം നടക്കട്ടെ, ദുരിതത്തിൽ നിന്ന് ജനങ്ങൾക്കൊന്ന് കരകയറാനാകട്ടെ. ഇനി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, കൊച്ചിയിലും കനത്ത മഴ വലിയ ദുരിതം വിതയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. കൊച്ചിയിലെ പലയിടങ്ങളിൽ നിന്നുള്ള അവസ്ഥ എന്താണ്? കാക്കനാട് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ടല്ലോ. കൃഷ്ണ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോ പാർക്കിന്റെ തൊട്ട് മുന്നിലാണ്. ഇന്നലെ ഇവിടെ മഴ പെയ്ത് മഴ പെയ്ത് ഈ ഇൻഫോ പാർക്കിനുള്ളിലെ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് വരെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ മുങ്ങി ഉപയോഗശൂന്യമായി പോകുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഒപ്പം നഗരത്തിലെ പല മേഖലകളും വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെയും സമാനമായ രീതിയിൽ നല്ല മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വെള്ളമൊന്ന് ഇറങ്ങി തുടങ്ങിയിരുന്നു. കാരണം ഈ ഓടകളൊക്കെ തന്നെ വൃത്തിയാക്കി റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി വിടുന്നതിന് കോർപ്പറേഷൻ, KMRL അങ്ങനെ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ചൊരു പദ്ധതിയുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ വൈകിട്ട് വീണ്ടും മഴ ശക്തമായി പെയ്യുകയാണ്. എടപ്പള്ളിയിലൊക്കെ തന്നെ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് വെള്ളം വീണ്ടും റോഡിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആസാദ് റോഡിൽ വേഗം വെള്ളം കയറുന്ന ആ ഒരു സ്ഥിതിയാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഈ വെള്ളം കയറ്റമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറയാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. ഈ ഇത്രയധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ്. അതിലേക്ക് ചെന്നാൽ തോണി ഇറക്കിയല്ലാതെ സ്റ്റാൻഡിനകത്തേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലുള്ളത്. അങ്ങനെ നഗരത്തിന്റെ വിവിധ മേഖലയിൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമായിരുന്നു. ഉച്ചയ്ക്കൊന്നിറങ്ങി വൈകിട്ടതേ വീണ്ടും മഴ അതിഗംഭീരമായി തന്നെ പെയ്യുന്നുണ്ട്. മഴ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ വെള്ളം വീണ്ടും കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം നമ്മുടെ കാക്കനാട് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കോളനിയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 9 കുടുംബങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒരു 7 മണിയോടുകൂടിയൊക്കെ തന്നെ എല്ലാം സജ്ജീകരിക്കപ്പെടും എന്നാണ് അവർ ജില്ലാ ഭരണകൂടമടക്കം അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാഗത്ത് ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. മറുഭാഗത്ത് മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നുമുണ്ട്. ക്രിസ്റ്റീന. ശരി, സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കൊടും ചൂടിൽ നിന്ന് ഒരാശ്വാസമാണ് വേനൽ മഴ. എങ്കിലും ഈ കനത്ത മഴ പലയിടങ്ങളിലും വലിയ ദുരിതമുണ്ടാക്കുന്നുണ്ട്. മരം വീണ് വൈദ്യുതി തടസ്സമുണ്ടാക്കുന്നുണ്ട്. റോഡുകളിൽ വെള്ളക്കെട്ട്, വീടുകളിൽ വെള്ളം കയറുന്നു, വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നു. അതേപോലെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. മാത്രവുമല്ല ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പലയിടങ്ങളിലും അത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് കാലാവസ്ഥാ വകുപ്പും ആരോഗ്യ വകുപ്പും നൽകുന്ന എല്ലാവിധ മുന്നറിയിപ്പുകളും പാലിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് പറയുന്നത്.